എന്നും മഹിമ നിറഞ്ഞു നിൽക്കുന്ന, ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു തിരുനാളിൻ്റെ ധന്യതയിലാണ് നമ്മളെല്ലാവരും. എൻ്റെ വീടിൻ്റെ ജനൽപ്പാളി തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ വാതിൽപ്പടിയുടെ അപ്പുറത്തായിട്ട് അത്രയും ദൂരത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഒരു കൊച്ചു കപ്പേളയുണ്ട്. ചെറുപ്പകാലം മുതൽ ആ കപ്പേളയുടെ തിരുനാളുകൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കൊച്ചു തിരുനാളാണ്. എന്തൊരു സന്തോഷമായിരുന്നെന്നോ! അമ്പെടുപ്പും ഉറക്കമൊഴിച്ചിലും അതുപോലെ തന്നെ ഓരോ വീടുകളിലേക്ക് അമ്പ് എടുത്തു കൊണ്ടുപോകുന്നതും, എല്ലാവരും ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു കൂട്ടായ്മയും നേർച്ച ഭക്ഷണവും, ചെറുപ്പത്തിൽ തന്നെ വിശ്വാസത്തോട് സ്നേഹത്തോടെ അടുപ്പിച്ചത് അതുതന്നെയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ തിരുനാൾ ദിനങ്ങളിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പുറത്തു കൊണ്ടുവന്ന് വെക്കും. പുറത്ത് കൊണ്ടുകൊണ്ട് വരുമ്പോൾ കൊച്ചു മനസ്സിൽ, ഇളം മനസ്സിൽ ഞാൻ ഈ രൂപത്തിൻ്റെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കും. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കണ്ണുകളിലേക്കാണ് ഞാൻ നോക്കുക. ഇത്ര ക്രൂരമായിട്ട് അമ്പ് തറച്ചിട്ടും ഒരു പിടി കണ്ണുനീര് കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ? കൊച്ചു മനസ്സിന്റെ സന്ദേഹമായിരുന്നു, ഈ വിശുദ്ധൻ കരഞ്ഞിട്ടുണ്ടാവോ? കൈകളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് അമ്പ് ഇങ്ങനെ തൊടുത്ത് വിടുമ്പോൾ, അത് മാംസത്തെ ഇങ്ങനെ തുളച്ച് കയറുമ്പോൾ ആ വിശുദ്ധൻ കരഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ അടുത്ത് പോയി നോക്കും. എനിക്ക് ഒരിക്കലും കാണാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയോടും അപ്പച്ചനോടൊക്കെ സംശയം ചോദിക്കരുത്, വിശുദ്ധന്മാർ കരയോ? അപ്പൊ അമ്മച്ചി അപ്പച്ചന് ഉത്തരം പറയും, ഇല്ല മക്കളെ, അവർ കരയില്ല, കാരണം അവർക്ക് ദൈവമുണ്ട് കൂടെ. ഇന്ന് 2ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ കഴിയും? വാളോ സഹനമോ പീഡനമോ എന്തു ആയിക്കൊള്ളട്ടെ, ഞാൻ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ലയിച്ചു നിൽക്കുമ്പോൾ എനിക്ക് വേദനകൾ ഉണ്ടാവില്ലെന്നേ. വേദനകളൊക്കെ ഞാൻ ദൈവത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ്. സങ്കടങ്ങളൊക്കെ എനിക്ക് കർത്താവ് കൂടെ ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ്. സെബസ്ത്യാനോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? വർഷങ്ങളായില്ലേ നമ്മൾ തിരുനാളൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്? ജനിച്ച കാലം തൊട്ട് എത്ര നാളായി? ഓരോ തിരുനാളും കഴിയുമ്പോൾ കഴിഞ്ഞ തിരുനാളിനേക്കാൾ മനോഹരമായിരുന്നു, ആർഭാടമായിരുന്നു, ആഘോഷമായിരുന്നു എന്നാണോ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ ഓരോ തിരുനാളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, വെല്ലുവിളിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തൊട്ടുമുത്താനും മാലയിടാനും അമ്പെടുത്തു കൊണ്ടുപോകാനും അല്ല തിരുനാള്, മറിച്ച് അവിശുദ്ധൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കൂടിയുള്ളതാ തിരുനാള്. തിരുനാള് ഞാൻ മാലയിട്ടു, തിരുസ്വരൂപം തൊട്ടുമുത്തി, അമ്പെടുത്തുകൊണ്ട് വീട്ടിൽ പോയി, ഇതല്ല പ്രഘോഷിക്കേണ്ടത്. അതൊരു ആചാരമാണ്. അത് നമ്മളെ ജീവിതത്തെ നവീകരിക്കുന്നതിനുള്ളതായിരിക്കണം. കുറച്ചും കൂടി ദൈവത്തോട് ചേർന്ന് ദൈവോന്മുഖമായി വളരുന്നതിന് വേണ്ടിയായിരിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധനിൽ തിളങ്ങി വിളങ്ങി നിന്ന 3 കൊച്ചു ചിന്തകൾ അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്നാമതായിട്ട്, വിശുദ്ധ സെബസ്ത്യാനോസിന് മാത്രമല്ല, ഏതൊരു വിശുദ്ധന്റെ ജീവിതവും നമ്മൾ ഉൾപ്പടർപ്പോടെ ഉള്ളിലേക്ക് ആവഹിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, ഇവർക്കുണ്ടായിരുന്ന എല്ലാ വിശുദ്ധർക്കും ഉണ്ടായിരുന്ന ഒരു സമാന്തരമായ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ അവർ പുലർത്തിയ ജീവിതത്തിലെ ആനന്ദമാണ്. അവരെപ്പോഴും സന്തോഷമുള്ള വ്യക്തികളായിരുന്നു. ആനന്ദം സന്തോഷത്തെക്കാൾ ഒരുപടി മുന്നിലാണ്. They rejoice. ആനന്ദമുള്ള വ്യക്തികളാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, പല പള്ളികളിലും വചനം പ്രസംഗം ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുഖത്ത് പോലും ഈ ആനന്ദമില്ലല്ലോ, എന്തോ വ്യാകുല മാതാവിനെ പോലെ ഇവിടെ വന്ന് നിൽക്കുക. നമ്മുടെയൊക്കെ ചിന്തയുണ്ട്, പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. ദൈവത്തെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ പറ്റാത്തത് എന്താ നിങ്ങൾക്ക്? അത് പള്ളിയിൽ പുഞ്ചിരിക്കാൻ പാടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പലവരും മുഖത്ത് നോക്കുമ്പോൾ എന്തോ ഒരു മന്ദതയാണ്, എന്തോ മന്ദീഭവിച്ചൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുക. ജീവിതത്തിൽ നിന്ന് ഈ ആനന്ദമൊക്കെ കെട്ടുപോകുന്നുണ്ട്. ദേവാലയത്തിലും ഇനി എന്താണ് ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ? ചിരിക്കലാണോ? അല്ല.
എന്തുകൊണ്ടാണ് ഈ വിശുദ്ധർ ഈ ആനന്ദം ജീവിതത്തിൽ സാക്ഷാത്കരിച്ച വ്യക്തികൾ എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ഈ അമ്പ് ചെയ്തപ്പോൾ അവർ പുഞ്ചിരിച്ചത്? ലോറൻസിനെ നോക്കുക, വിശുദ്ധ ഡീക്കൻ ലോറൻസ് എണ്ണച്ചട്ടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുക. ഇട്ട ആളോട് കുറച്ചു നേരം കഴിഞ്ഞ് പറയാ, സഹോദര, എൻ്റെ ഒരു വശം വെന്തു, എന്നെ ഒന്ന് മറച്ചിടോ. ഒരു മുള്ളു കൊണ്ടായ ഒരു രാത്രി ഉറങ്ങാത്ത ആൾക്കാരുടെ ഇതൊക്കെ ഞാൻ പറയുന്നത്. എങ്ങനെ ഇവർക്കിത് പറയാൻ ഈ വേദനകൾക്കും സഹനങ്ങൾക്കും നടുവിൽ ഇവർ ഇങ്ങനെ പറയാൻ തക്കവണ്ണം അവർ പുഞ്ചിരിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു എന്നാണ് അവർ ചിന്തിച്ചത്. ഇത് മാത്രമാണ്, എല്ലാം ദൈവം നോക്കിക്കൊള്ളും. കർത്താവുണ്ടെന്ന് കൂടെ, എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും. അവനാണ് ഈ ലോകത്തേക്ക് എന്നെ വിട്ടതെങ്കിൽ ദൈവം നോക്കിക്കൊള്ളും. അത് സഹനമാവട്ടെ, വേദനകളാവട്ടെ, ഒറ്റപ്പെടലാവട്ടെ, രോഗങ്ങളാവട്ടെ, ക്ലേശങ്ങളാവട്ടെ, കർത്താവ് എന്നെ നോക്കിക്കോളൂ. അവൻ എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെന്റെ നാശത്തിന് വേണ്ടിയല്ല, എൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഒരു പദ്ധതിയുണ്ട്. ഇതാണ് അവർ വെച്ചു പുലർത്തിയ ആനന്ദം എന്ന് പറയാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ജീവിത പരിസരങ്ങളിൽ നിന്ന് ഈ ആനന്ദം ആരൊക്കെയോ എടുത്തു മാറ്റിയിട്ടുണ്ട്. സന്തോഷമില്ല മക്കളെ. ഇന്ന് ഒത്തിരി പേരെ കാണുന്നത് അച്ഛൻ കൗൺസിലിങ്ങിലൂടെ മറ്റുമൊക്കെ, ഒത്തിരി കുടുംബങ്ങളെ കൗൺസിൽ ചെയ്യുമ്പോഴൊക്കെ അച്ഛൻ ജീവിക്കാൻ തോന്നുന്നില്ല, അങ്ങനെ മുന്നോട്ട് പോകുന്നു, തള്ളി നീക്കുക. എത്ര സന്തോഷത്തോടെ ആരംഭിച്ചതാണ്, എത്ര ഭംഗിയായിട്ട് തുടങ്ങിയതാ നിങ്ങളുടെ കുടുംബ ജീവിതം. എന്ത് ജീവിതം ആയിക്കോട്ടെ, ഏകസ്വ ജീവിതമാവട്ടെ, സന്യാസമാവട്ടെ, പൗരോഹിത്യമാവട്ടെ, എത്ര മനോഹരമായിട്ട് ആരംഭിച്ചതാ. ഇന്ന് ഈ ആനന്ദം നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടോ? എന്ത് പറ്റി? ആരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുക? ആരെയാണ് കുറ്റപ്പെടുത്തുക? വേദനകളിലും സങ്കടങ്ങളിൽ ഞെരുക്കപ്പെടുമ്പോഴും കർത്താവിൽ ആശ്രയിക്കാൻ മറന്നു പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ വല്ലാതെ വ്യാകുലപ്പെട്ട് ഇവിടെ ആയിരിക്കുക. നമുക്ക് ചെറിയ സന്തോഷങ്ങൾ മതി, പ്ലഷർ. ഇന്നിപ്പോൾ ജെൻസിയുടെ കാലഘട്ടമാണ് അല്ലേ? ജെൻസി കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ചെറിയ ഷോർട്ട് പ്ലഷറാണ്, ലോങ് ഒന്നും. ഇപ്പം എനിക്കൊരു ബിരിയാണി വേണം, ഇപ്പം തന്നെ കിട്ടണം, അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായി. നമ്മുടെയൊക്കെ ജീവിതം ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. ദൈവം പ്രദാനം ചെയ്യുന്ന, ഒരിക്കലും എടുത്തു മാറ്റാൻ കഴിയാത്ത, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, എന്നും സന്തുലനമായിട്ട് നമ്മെ നിലനിർത്തുന്ന ആനന്ദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. വിറങ്ങും നോക്കണ്ട, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ മതി. കെട്ടുപോയ കുടുംബങ്ങളാണ്. ഒരു കുരയ്ക്ക് കീഴിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. പല തുരുത്തുകളായിട്ടാണ്. ഇന്നിപ്പോ സൈലന്റ് ഡിവോഴ്സ് എന്ന് പറയും നമ്മൾ. സൈലന്റ് ഡിവോഴ്സ്, ലീഗലായിട്ടോ വേറൊരു തരത്തിൽ അവർ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലാണ്, പക്ഷെ അങ്ങോട്ട് കുടുംബം മിണ്ടില്ല, രണ്ട് കട്ടിലാണ്. ഒരു വണ്ടിയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമായിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. സൈലന്റ് ഡിവോഴ്സ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ മിണ്ടാൻ ഒരാളില്ലാത്തതിൻ്റെ വേദനയുണ്ട്. പല ആളുകളോട് സംസാരിക്കുമ്പോൾ പറയാം, അച്ഛാ സംസാരിക്കാൻ ഒരാളില്ല വീട്ടിൽ. കുറേ ബന്ധുക്കളുണ്ടെന്നേ, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷേ കേൾക്കാൻ ഒരാളില്ല. കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയെങ്കിലും നമ്മൾ ജീവിക്കും. കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയെങ്കിലും നമ്മൾ ജീവിക്കും. നമ്മുടെ കുടുംബത്തിൽ കേൾക്കാൻ ധൃതിയല്ലേ, വ്യഗ്രതയല്ലേ, ഓട്ടമല്ലേ? എന്തൊരു വ്യഗ്രതയാ! നമ്മുടെ മൂഡനുസരിച്ചാണ് നമുക്ക് ദൈവം. ഇന്ന് രാവിലെ ഞാൻ നല്ല ഹാപ്പി ആണെങ്കിൽ നടയിൽ പോയി തൊട്ടുമുത്തി പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ അതല്ല. സന്ധ്യാപ്രാർത്ഥന ഒച്ചെടുക്കും വേണമെങ്കിൽ നമ്മൾ. എന്തിനിപ്പോൾ പ്രാർത്ഥിക്കണേ? തിരിച്ചു വരുമ്പോൾ എൻ്റെ മൂഡ് വേറെയാണ്, അതുകൊണ്ട് എനിക്ക് ദൈവം വേറെയാ. എൻ്റെ മൂഡനുസരിച്ചാണ് ദൈവത്തെ ഞാൻ കാണുന്നത്. എൻ്റെ എല്ലാ ജീവിതത്തിലെല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ ഓക്കെയാണ് ഞാൻ. പള്ളിയിലൊക്കെ വരും, പ്രാർത്ഥിക്കും, ജപമാലയിൽ പങ്കുകൊള്ളും. എൻ്റെ മൂഡ് ശരിയല്ല, എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് പ്രശ്നം, എനിക്ക് രോഗങ്ങൾ, എനിക്ക് സാമ്പത്തിക, അങ്ങനെയാണ് ദൈവത്തെ പോലും അതൊക്കെ കഴിയട്ടെ. പിന്നെ എങ്ങനെയാ സന്തോഷം ഉണ്ടാവുക, ആനന്ദം ഉണ്ടാവുക? സങ്കടങ്ങളിൽ, ഞെരുക്കങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തുകയല്ല, എൻ്റെ ദൈവം എന്നെ വഴി നടത്തിക്കൊള്ളും. ഈ ഒരു ചിന്തയോടെ ജീവിക്കാനായിട്ട് സാധിക്കണം. ഈ ഒരു ചിന്ത ജീവിതത്തിലുണ്ടാകുമ്പോൾ ഓരോ ദിവസവും നമുക്ക് പുതുമയുള്ളതായി. അതുകൊണ്ട് നിങ്ങൾ അൽത്താരയോട് ചേർത്ത് സങ്കീർത്തകം പറയുന്നില്ലേ, ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ പ്രഭാതത്തിലും പുതുമയുള്ളതാണ്. ദ ഫ്രഷ്. ഈ അൽത്താരയിൽ നിന്ന് നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നവരായിരിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഇറ്റ്സ് ദ ഫ്രഷ്നെസ് ഓഫ് ലവ്.
എന്നിട്ട് എന്താ നമുക്ക് ജീവിതത്തിൽ ഈ പുതുമയില്ലാത്തത്? ഈ പുതുമ നഷ്ടപ്പെട്ടു എന്ന് വലിയ കാര്യമാണ്. ഇന്നിപ്പോൾ ഡിപ്രഷനെ കുറിച്ചും നിരാശയെക്കുറിച്ചും ആൻസൈറ്റിയെക്കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുതുമ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രശ്നം. വിശുദ്ധൻ നമ്മളെ നോക്കി പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ആനന്ദത്തിനെ വീണ്ടെടുക്കുന്ന നാളുകളാവട്ടെ തിരുനാൾ. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ആനന്ദത്തെ വീണ്ടെടുക്കുന്ന നാളുകളാവട്ടെ തിരുനാൾ.